ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എന്റെ കുട്ടികളെ എല്ലാവരും പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്പർ പാറ്റേൺ. അപ്പൊ നമ്പർ പാറ്റേണിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് അറിയെങ്കിലും നമ്പർ പാറ്റേൺ പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കിട്ടിയത് അല്ലെ. അപ്പൊ അതില് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്താണ് പാറ്റേൺ എന്നുള്ളതാണ്. നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്പേഴ്സുകളുടെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സീരീസ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള പാറ്റേണുകളായിരിക്കും അല്ലെ. അപ്പൊ 1 2 3 4 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഒരു നമ്പർ പാറ്റേൺ ആണ്. അതുപോലെ നമുക്ക് എന്താ പറയാം, 2 4 6 8 ഇതൊക്കെ അല്ലെ. ഇതൊക്കെ എന്താ, ഈവൻ നമ്പേഴ്സിന്റെ ഒരു നമ്പർ പാറ്റേൺ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു നമ്പർ പാറ്റേൺ എക്സാമ്പിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കുറച്ച് പാറ്റേൺസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, മിസ് ഇവിടെ പറയുമ്പോൾ എന്റെ മക്കൾ അവിടെ നിന്ന് ഓരോരോ പാറ്റേണുകൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ സ്പീഡായിട്ട് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ മിസ് ഇവിടുന്ന് ചെയ്ത് ഉത്തരം പറഞ്ഞു തരുന്നതിന് മുന്നേ ആൻസർ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും പറയണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാറ്റേണിലേക്ക് പോയി നോക്കാം നമുക്ക് അല്ലെ. ഫസ്റ്റ് പാറ്റേൺ. അപ്പൊ രണ്ട് പാറ്റേൺ ഒരുമിച്ചാണുള്ളത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കുമോ അല്ലെ. നോക്കിക്കേ, 2 3 5 8 12. നെക്സ്റ്റ് നമ്പേഴ്സുകൾ ആരൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഇല്ലേ. ആരൊക്കെ ആയിരിക്കും? 2 കഴിഞ്ഞ് 3 എത്തി അല്ലെ. 2ൽ നിന്ന് 3 എത്തണമെങ്കിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇല്ലേ? എത്ര ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? യെസ്, 1 ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് നോക്കിക്കേ നിങ്ങളാ, അടുത്ത 3ൽ നിന്ന് 5ൽ എത്തി. അപ്പൊ എത്ര ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? 2 2 ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത നോക്കിക്കേ, 5ൽ നിന്ന് 8ൽ എത്താൻ വേണ്ടിയിട്ട് 3 ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നെക്സ്റ്റ് നമ്പറിലേക്ക് നോക്കിക്കേ, 8ൽ നിന്ന് 12ൽ എത്താൻ ഞാൻ 4 ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതുപോലെ തന്നെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ നമ്പേഴ്സ് ആയിട്ട് അല്ലെ. ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? 1 2 3 4. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഞാൻ ഏത് ആഡ് ചെയ്യേണ്ടി വരുവാടാ? യെസ്, എന്തായാലും 5 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 12നോട് 5 ആഡ് ചെയ്താൽ എത്ര വരണം? യെസ്, 17 എന്ന അടുത്ത നമ്പർ വന്നിരിക്കണം ഇല്ലേ. 17 ആയിരിക്കണം, 17. ഇനി അടുത്തത് ഞാൻ ഏത് നമ്പർ ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്? യെസ്, ഏതായിരിക്കും വരിക? 6 ആണ് അടുത്ത നമ്പറിലേക്ക് ഞാൻ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 17നോട് നിങ്ങൾ 6 ആഡ് ചെയ്യണം അല്ലെ. 17നോട് 3 ആഡ് ചെയ്താൽ 20, 20നോട് വീണ്ടും 3 ആഡ് ചെയ്താൽ 23 ആയിരിക്കും നെക്സ്റ്റ് നമ്പർ അല്ലെ. 23. ഇത് വേഗം എന്റെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. നമ്പർ പാറ്റേൺ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടും വളരെ സ്പീഡായിട്ടും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇത് ഒരു മെന്റൽ എബിലിറ്റി ടെസ്റ്റ് കൂടിയാണ് ഇങ്ങനെ നമ്പർ പാറ്റേൺ തരുന്നത് കേട്ടോ. റെഡി? അടുത്ത നോക്കിക്കാൻ നിങ്ങൾ 23ൽ നിന്ന് അടുത്തത് നമ്മൾ 7 ആഡ് ചെയ്യേണ്ടി വരും. 23നോട് 7 ആഡ് ചെയ്താൽ എത്ര വരണം? 30. 30നോട് അടുത്ത ഞാൻ 8 ആഡ് ചെയ്യേണ്ടി വരും. 38 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ നമ്പർ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മള് കുറച്ച് നമ്പേഴ്സുകൾ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ട് ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കിക്കേടാ, 5ൽ നിന്ന് 7ലേക്ക് അല്ലെ. പിന്നെ 7ൽ നിന്ന് 11 11 70 25 എക്സെട്രാ ഇല്ലേ. കുറച്ച് നമ്പേഴ്സുകൾ ഉണ്ട്, കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാൻ ആദ്യം ഞാൻ നോക്കി 5ൽ നിന്ന് 7ലേക്ക് എത്താൻ ഞാൻ എത്ര ആഡ് ചെയ്തു. അപ്പൊ എന്റെ മക്കൾ ആദ്യം നമ്പർ പാറ്റേൺ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, എന്താണ്, നമ്പേഴ്സുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അത് കൂടി വരികയാണോ ഇല്ലേ, ആഡ് ചെയ്ത് വരികയാണോ എന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ അഡീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര കൂട്ടുമ്പോഴാണ് അല്ലെ, എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമ്പേഴ്സുകൾ വലുതായി വരുന്നത് എന്ന് ആലോചിക്കാം. ഇനി അതല്ല, ഈ ഒരു നമ്പർ വലിയ മാറ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കേട്ടോ, ചെറിയ നമ്പറിൽ നിന്ന് അടുത്തതൊരു വലിയ നമ്പറിലേക്കാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അഡീഷൻ അല്ല, പകരം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ നമ്പറിനെ ഏതോ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും ഒരു പക്ഷെ അത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കണം. കുറഞ്ഞു വരികയാണെങ്കിലോ, ഡിക്രീസ് ചെയ്ത് വരുവാണ് നമ്പർ പാറ്റേൺ ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ അതൊരു പക്ഷെ സബ്സ്ട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ ആയിരിക്കാം. അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തായാലും അത് അഡിഷൻ ആണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. 5ൽ നിന്ന് 7ൽ എത്താൻ നമ്മൾ 2 ആഡ് ചെയ്തു. വീണ്ടും നമ്മൾ നോക്കി അല്ലെ, 7ൽ നിന്ന് 11ൽ എത്താൻ ഞാൻ 4 ആണ് ആഡ് ചെയ്തത്. അപ്പൊ നോക്കണം, ആദ്യം 2 then 4 ഇല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ,
11ൽ നിന്നും 17ലേക്ക് എത്താൻ ഞാൻ 6 ആണ് ആഡ് ചെയ്യുന്നത്. നോക്കണേ, ഇനി അടുത്തത് 17ൽ നിന്ന് 25ലേക്ക് ഞാൻ എത്ര ആഡ് ചെയ്തു? 8 ആഡ് ചെയ്തു അല്ലെ. 8 ആഡ് ചെയ്താലാണ് എത്തുക. അപ്പൊ നോക്കുക 2, 4, 6, 8. അപ്പൊ ദെൻ നമ്മൾ ആര് ആഡ് ചെയ്യേണ്ടി വരും? ഉറപ്പായിട്ടും അടുത്ത ഈവൻ നമ്പർ അല്ലെ. അപ്പൊ നോക്കണേ, ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത് ഇല്ലേ. ഇതാ 2, 4, 6, 8. നെക്സ്റ്റ് ആര് ആഡ് ചെയ്യേണ്ടി വരും? 10 ആഡ് ചെയ്യേണ്ടി വരും ഇല്ലേ. അപ്പൊ ഇതാ 25നോട് 10 ആഡ് ചെയ്താല് 35 അല്ലേടാ. ഇനി നെക്സ്റ്റ് ആര് ആഡ് ചെയ്യേണ്ടി വരും? നമ്മൾ അടുത്ത ഈവൻ നമ്പർ ആയിട്ടുള്ള 12 ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 35നോട് 12 ആഡ് ചെയ്താൽ എത്ര വരണം എടാ? 47 എന്ന് വന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. അടുത്തത് അല്ലെ, 47നോട് ഞാൻ എത്ര ആഡ് ചെയ്യണം? 14 ആഡ് ചെയ്യണം. അടുത്ത ഈവൻ നമ്പർ ഇല്ലേ. 14 ആഡ് ചെയ്താൽ എത്ര വരുമായിരിക്കും? 61 എന്ന് വരുമായിരിക്കും അല്ലെ. 61. നെക്സ്റ്റ് അടുത്തത് ആരെ ആഡ് ചെയ്യേണ്ടത്? 16 ആഡ് ചെയ്യണം. 16 ആഡ് ചെയ്താൽ എത്ര വരുവാടാ? 77 എന്ന് വരുമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ പോകുന്ന പാറ്റേൺ ആണ് അല്ലെ, ഒരു സീരീസ് ആണ്. അപ്പൊ നോക്കട്ടെ, നമ്മൾ അത്രയും പാറ്റേണുകൾ കണ്ടുപിടിച്ചു. ഏത് നമ്പേഴ്സുകളാ? ഈവൻ നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഈ ഒരു നമ്പർ പാറ്റേൺ കിട്ടുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്പർ പാറ്റേൺ എന്റെ മക്കൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിക്കേ. അടുത്തതും ഒരു അടിപൊളി നമ്പർ പാറ്റേൺ ആണ്. ഏതാ നോക്കിക്കേ. ഇത് നമുക്കിവിടെ നമ്പേഴ്സ് ഡിക്രീസ് ചെയ്ത് വരിക. ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഡിക്രീസ് ചെയ്ത് വരുന്നേ? ദേ ഇവിടെ നോക്കിക്കേ, 101ൽ നിന്ന് 90ലേക്ക്. അപ്പൊ എത്രയാണ് കുറഞ്ഞത് അവിടെ? 101ൽ നിന്ന് 90ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് അവിടെ ഡിക്രീസ് ആയത്? എത്ര നമ്പർ ഡിക്രീസ് ആയി? യെസ്, ഇവിടെ 11 കുറഞ്ഞു അല്ലെ. 11 ഡിക്രീസ് ആയി. അടുത്ത് നോക്കിക്കേ, 90ൽ നിന്ന് 80ലേക്ക് പോയപ്പോ 10 ഡിക്രീസ് ആയി. നെക്സ്റ്റോ 9 ഡിക്രീസ് ചെയ്തു അല്ലെ, സബ്സ്ട്രാക്ട് ചെയ്തു. അടുത്തതോ 8 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ അടുത്ത നെക്സ്റ്റ് ആരായിരിക്കും സബ്സ്ട്രാക്ട് ചെയ്യുക? ഒന്ന് ആലോചിക്കേ. 11, 10, 9, 8. അപ്പൊ 7 സബ്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും അല്ലേ. 7 നമ്മള് കുറച്ച് നോക്കേണ്ടി വരും. അപ്പൊ 63ൽ നിന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടി വരും? 7 മൈനസ് ചെയ്യേണ്ടി വരും. 7 മൈനസ് ചെയ്താൽ എത്ര വരും? 7 മൈനസ് ചെയ്താൽ 56 എന്ന് വന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. 56 എന്ന് വരും. ദെൻ നമ്മൾ ആരെയാണ് മൈനസ് ചെയ്യേണ്ടത്? 6 മൈനസ് ചെയ്യണം. 6 മൈനസ് ചെയ്താല് 50 എന്ന് വരും. 50ൽ നിന്ന് വീണ്ടും നമ്മൾ 5 മൈനസ് ചെയ്യണം. അപ്പൊ 5 മൈനസ് ചെയ്താല് 45 എന്ന് വരും. അപ്പൊ ആ രീതിയിലാണ് നമ്മളെ പാറ്റേൺ പോകുന്നത്. ഇവിടെ നമ്പേഴ്സിന്റെ ഡിക്രീസ് ആണ് അല്ലെ. നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കുറഞ്ഞു വരുന്നതും ഒരു പാറ്റേണിലുള്ള കാര്യമാണ്. ദെൻ അടുത്ത നോക്കണേ. അടുത്ത നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. നോക്കിക്കേ, 1, 4, 9, 16, 25 എക്സെട്ര ഇല്ലേ. ഈ നമ്പേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യണം. പക്ഷെ ആ നമ്പേഴ്സുകളെ നമുക്കൊരു പേരിൽ പറയാം. ഇതാണ്. അത് പോട്ടെ, ഞാൻ പേര് പറയുന്നതിന് മുന്നേ മക്കൾ നോക്കാം. 1 കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? യെസ്, 1ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 1 into 1. നെക്സ്റ്റ് 4 വരാൻ 2 സ്ക്വയർ, 2 into 2. അടുത്തത് 9 വരാൻ എന്ത് ചെയ്യണം? 3 into 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ചെയ്താൽ മതി. നെക്സ്റ്റ് 16 കിട്ടാൻ ഞാൻ 4 into 4 ചെയ്താൽ മതി അല്ലെ. 4 into 4 എന്ന് പറഞ്ഞാല് 4 സ്ക്വയർ. 4നെ 2 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത 25 കിട്ടാൻ 5 into 5 കിട്ടിയാൽ മതി അല്ലെ. 5 into 5 എന്ന് പറഞ്ഞാല് 5 സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറിന്റെ സ്ക്വയേഴ്സ് ആണ് ഇവിടെ പാറ്റേൺ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിന്, ഈ പാറ്റേണിലുള്ള നമ്പേഴ്സിനെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കണേ, 1, 4, 9, 16, 25 ഇതൊക്കെ സ്ക്വയർ നമ്പേഴ്സുകളാണ്. നെക്സ്റ്റ് ആരുടെ സ്ക്വയർ വേണ്ടി വരും? 6ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 into 6 എത്ര വരും? 36. നെക്സ്റ്റ് എത്ര വരണം? 7 സ്ക്വയർ. 7 into 7 എത്ര വരണടാ? 49. ശരിയല്ലേ? അടുത്തതാ 8 സ്ക്വയർ എത്ര വരും? 64. 8ന്റെ വെയിറ്റ് എന്താണ്? അതാണ് 8 സ്ക്വയർ കേട്ടോ. അപ്പൊ 64. നെക്സ്റ്റ് 9 സ്ക്വയർ എന്ന് പറഞ്ഞാല് 9 into 9 എത്ര വരും? 81. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്പർ പാറ്റേൺ അവിടെ പോകുന്നത് എന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിക്കാം. അടുത്ത നോക്കാം നമുക്ക് അല്ലേ. അടുത്ത 2 പാറ്റേണും കൂടെ ഉണ്ട്. എന്നെ കുട്ടികളെ വേഗം സ്പീഡായിട്ട് ഓരോ നമ്പർ പാറ്റേൺ ചെയ്തു പോവാം. നോക്കട്ടെടാ, നമ്മളെ ആദ്യത്തെ നമ്പർ പാറ്റേൺ ആരാണ്? 9, 13, 18, 24, 31 ഇല്ലേ. 9ൽ നിന്ന് 13ലേക്ക് എത്താൻ ഞാൻ ഏതൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് എത്തിയത്? ഏത് നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എത്തിയത്? യെസ്, ഇവിടെ ഞാൻ 4 ആഡ് ചെയ്തപ്പോഴാണ് അവിടേക്ക് എത്താൻ പറ്റിയത് അല്ലെ. 4 ആഡ് ചെയ്തു. ദെൻ അടുത്ത നോക്കിക്കേ, 13ൽ നിന്ന് 80ൽ എത്താൻ ഞാൻ 5 ആഡ് ചെയ്തു. അടുത്തത് 18ൽ നിന്ന് 24ലേക്ക് എത്താൻ ഞാൻ എത്ര ആഡ് ചെയ്തു?
6 ആഡ് ചെയ്തു, ശരിയല്ലേ? 6 ആഡ് ചെയ്തു, ദെൻ 7 ആഡ് ചെയ്തു. അപ്പൊ അടുത്തത് 6 ആഡ് ചെയ്യേണ്ടി വരും. സിമ്പിൾ അല്ലേടാ? 4 5 6 7. അടുത്തത് 6 ആഡ് ചെയ്യേണ്ടി വരും. യെസ്, 8 ആഡ് ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും 8 ആഡ് ചെയ്യേണ്ടി വരും. 8 ആഡ് ചെയ്താൽ എന്ത് വരുടാ? 39 എന്ന് വരും. അടുത്തതോ 9 ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? 9 ആഡ് ചെയ്താല് 48 എന്ന് വരുന്നുണ്ടായിരിക്കും. അടുത്തത് 10 ആഡ് ചെയ്യേണ്ടി വരും. 10 ആഡ് ചെയ്താല് യെസ് 58 എന്ന് വരുമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് അവിടെ എന്ത് പോയത്? നമ്പേഴ്സ് പോയത്. നമ്പർ പാറ്റേണുകള് 4ഉം അങ്ങോട്ടേക്കുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ നമ്മൾ ആഡ് ചെയ്തു. അടുത്ത പാറ്റേൺ ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്, ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ശരിക്കും മക്കൾക്ക് ഈ ഒരു നമ്പേഴ്സിനെ നിങ്ങൾ ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ട്രയാങ്കിളിന്റെ ഡോട്ട് ഒക്കെ വെച്ചിട്ട് എന്റെ മക്കൾ പഠിച്ച നമ്പേഴ്സ് ആണ്. പക്ഷെ ഈ പാറ്റേൺ കിട്ടാൻ നിങ്ങൾ ട്രയാങ്കിൾ ബേസ് ആയിട്ട് നോക്കാതെ തന്നെ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് പോയാലും നമ്പേഴ്സ് കിട്ടും, പാറ്റേൺ കിട്ടും. നോക്കട്ടെ, 1ൽ നിന്ന് 3ലേക്ക് എത്താൻ ഞാൻ 2 ആഡ് ചെയ്തു. 3ൽ നിന്ന് 6ലേക്ക് എത്താൻ ഞാൻ 3 ആഡ് ചെയ്തു. ദെൻ 4 ആഡ് ചെയ്തു. അടുത്തത് എത്ര വേണം? 5 വേണം. ദെൻ 6 ആഡ് ചെയ്യേണ്ടി വരും, 6 ആഡ് ചെയ്യേണ്ടി വരും. ബട്ട് ഈ നമ്പേഴ്സുകളെ നമ്മൾ ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഡോട്ടൊക്കെ ഇട്ട് ട്രയാങ്കിൾ വരച്ചത് നല്ലപോലെ ഓർമ്മിക്കുക കേട്ടോ. 15 നിന്ന് 6 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരൂടാ? 21 ഇല്ലേ? 21നോട് 7 ആഡ് ചെയ്തു. 21നോട് 7 ആഡ് ചെയ്താൽ 28. വീണ്ടും 8 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 36. അപ്പൊ ഈ രീതിയിലാണ് നമ്പർ പാറ്റേൺ പോകുന്നത്. ആരുടെ കേസില്? ട്രയാങ്കിൾ നമ്പേഴ്സിന്റെ കേസിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്പർ പാറ്റേൺ നമ്മളിപ്പോ ക്ലാസ്സിലേ ചെയ്തു. എന്റെ മക്കൾ എന്ത് ചെയ്യുക? ബോർഡിൽ കാണുന്ന ഈ ഒരു നമ്പർ പാറ്റേൺ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന്റെ ആൻസർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മിസ് ഈ ഒരു പാർട്ടോടെ ഒന്ന് പറഞ്ഞു തരാവോ ഇല്ലേ? നമ്പർ പാറ്റേൺ അല്ല, അതെ നമ്മളെ ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരാവോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം? ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. കൂടെ നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് സംശയമുള്ളത് അത് ഇവിടെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡൗട്ടിന്റെ ക്ലിയറിംഗ് സെക്ഷൻ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.